ഞാനൊരു അച്ചായൻ പറയുന്ന കാര്യം വളരെ ഗൗരവമായി ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് ആ അച്ചായൻ്റെ ഒരു വൈബും ആ ഒരു കരുത്തും ആ ഒരു ശബ്ദത്തിൻ്റെ ഗാംഭീര്യവും ആ വിഷയത്തോടുള്ളൊരു ആത്മാർത്ഥതയും ഒക്കെ കാണുമ്പോൾ കേട്ടിരുന്നു പോകും. അച്ചായൻ്റെ 2 വീഡിയോ ക്ലിപ്പ് കേട്ടു. നമ്മുടെ കെവിൻ പീറ്ററിനെയും കാസാക്കാരെ പോലെയൊക്കെ എല്ലാത്തിനും കരാറെടുത്ത് ചിലതിൽ മിണ്ടാതിരിക്കുകയും അല്ലെങ്കിൽ ചിലതിൽ മാത്രം മിണ്ടുകയും ചെയ്യുന്ന ആളൊന്നുമല്ല ഈ അച്ചായൻ. ഏതായാലും ആ അച്ചായൻ്റെ ആദ്യത്തെ ക്ലിപ്പൊന്ന് കേൾക്കുക. ഇതാണ്. 5 ലക്ഷത്തോളം പേര് 140 മണ്ഡലത്തിൽ ഡിവൈഡ് ചെയ്താൽ 54,000 വോട്ട് ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നിന്ന ഒരു മണ്ഡലത്തിലുണ്ട്. ഇതിപ്പോ പറയുമ്പോ താഴെ കമന്റ് വരും, ഇവൻ ക്രിസംഖിയാന്ന്. ആ കമന്റുകാരുടെ പേരെന്നാന്ന് നോക്കിയാൽ മതി, പറയുന്നതിന്റെ അർത്ഥം എന്നാന്ന് മനസ്സിലാവും. അതുകൊണ്ട് കമന്റ് ഒന്നും ഞാൻ നോക്കുന്നില്ല, ഞാൻ കാര്യമാണ് പറയുന്നത്. എല്ലാവരോടും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇവിടുത്തെ പള്ളികൾ നാളെ പലതും ആളില്ലാതെ ബാറുകളാക്കി മാറ്റും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അതിനകത്തൊരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാൽ ഈ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കിടക്കുന്നില്ല, അങ്ങനെ തുല്യമായിട്ടല്ല ഇത് കിടക്കുന്നത്. ചില പ്രത്യേക ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ പോപ്പുലേഷൻ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വേറെ ആരും വരത്തില്ല, ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആ വിഭാഗത്തിൽ വരുന്ന ഒരാൾക്ക് വോട്ട് ചെയ്താൽ മതി, അങ്ങനെ അവിടെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. മറിച്ച് വേറൊരു വിഭാഗം കൂടുതലുള്ള സ്ഥലത്ത് അവിടെ അവർ വോട്ട് ചെയ്യും, അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പള്ളികൾ ബാറുകളാവുന്നതൊന്നും ഈ ഇലക്ഷന് ജയിക്കുന്ന വെച്ചല്ല. അങ്ങനെയാണെങ്കിൽ ഈ എത്രയോ പള്ളികളിൽ ആളില്ല എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. ആ പള്ളികളൊക്കെ വേറൊരുത്തർ വാങ്ങുന്നു. ചിലത് ഓഡിറ്റോറിയം ആകുന്നു, ചിലത് ബാറാകുന്നു, ചിലത് മസ്ജിദുകളാകുന്നു. അത് ഇച്ചായം പറയുന്ന പോലെ ഈ ഒറ്റക്കെട്ടായിട്ട് സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യാത്തതുകൊണ്ട് വരുന്നതല്ല. അത് സംഭവിക്കുന്നത് ഈ ഇപ്പോൾ ഇച്ചായൻ്റെ കൂട്ട് വെറുതെ ഞെക്കിപ്പൊട്ടിച്ച് കാര്യങ്ങൾ ചെയ്യാതെ ഈ ആളുകളെ ബോധ്യപ്പെടുത്തി അതിൻ്റെ ഒരു സ്റ്റഫുണ്ടല്ലോ, ആ മതത്തിൻ്റെ കണ്ടൻറ്റ് കറക്റ്റായി ബോധ്യപ്പെടുത്തുക. ആ കണ്ടൻറ്റിനനുസരിച്ചാണ് ഒരു ഏറിയ കൂറും ആളുകൾ ജീവിക്കുന്നതെന്ന് അവർക്ക് അനുഭവപ്പെടുക. അല്ലാതെ ഇതൊക്കെ വെറും പൊള്ളയാണ്, അഭ്യാസങ്ങളാണ്, വെറും കച്ചവടമാണ് എന്ന് ഈ പുതിയ തലമുറയ്ക്കോ അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കോ തോന്നുമ്പോഴാണ് അവർ ഈ സാധനം എടുത്ത് ദൂരോട്ട് കളയുന്നത്. അതും തിരഞ്ഞെടുപ്പുമായിട്ട് ഇച്ചായം കൂട്ടിക്കുഴയ്ക്കരുത്. ഇത് ഇച്ചായൻ്റെ ഒരു നിരീക്ഷണമാണെങ്കിൽ അടുത്ത നിരീക്ഷണം കുറച്ചുകൂടി സ്ഫോടനാത്മകമായൊരു നിരീക്ഷണമാണ്. അത് അച്ചായൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇതാണ് ആ നിരീക്ഷണം. ക്രിസ്ത്യാനികൾക്ക് 5, 1, 1.5 ആയിട്ട് നിൽക്കുക. അതിന് മാറ്റം ഉണ്ടാകണം. നേതാക്കന്മാർക്ക് അത് പറ്റണം, ബിഷപ്പുമാർക്ക് പറ്റണം, പാസ്റ്റർമാർക്ക് പറ്റണം. നിങ്ങൾ നിങ്ങളുടെ അണികളെ വിളിച്ചിട്ട് പറയണം, ഇതിങ്ങനെ സമൂഹം ഇല്ലെന്നായി പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 4, 5 മക്കളുണ്ടാകണം. ആദ്യത്തെ 1, 2 കാരണവന്മാര് അതിന്റെ സംരക്ഷണം ഏറ്റെടുത്ത ബാക്കിയുള്ളതിന് എല്ലാ ചെലവുകളും സഭാ നേതൃത്വം കൊടുക്കണം. കൊടുത്തേ പറ്റുള്ളൂ. ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ ജനം ഫണ്ട് തരും. അവിടെ ഹോസ്പിറ്റലുകളിൽ ഈ 3, 4 ഒക്കെ പ്രസവം വരുമ്പോൾ അത് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കണം. അതിൽ ഇച്ചായൻ്റെ ഒന്നാമത്തെ സെൻറ്റൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട്. ആണുങ്ങൾക്ക് 8, 10 മക്കളുള്ളപ്പം ഇപ്പുറത്തെ വശത്ത് 3, 4 ഉള്ളെന്നാണ് അച്ചായൻ പറയുന്നത്. എന്താ അവരാണല്ലേ? പിന്നെ അതുപോലെ തന്നെ അതിന് അച്ചായൻ ഒരു കടുത്ത വാക്കുകൂടി പറയുന്നുണ്ട്. അതിന് അച്ഛന്മാരും പുരോഹിതന്മാരും ഒക്കെ രംഗത്തിറങ്ങണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന് രംഗത്തിറങ്ങി ആളുകളെ കൂട്ടി അവർക്ക് എന്ത് വേണമെന്നാണ് പറഞ്ഞത്? ആദ്യത്തെ 1, 2 പേരെ നിങ്ങൾ വളർത്തിക്കോ, ബാക്കിയുള്ളവരെയെല്ലാം സഭ വളർത്താമെന്ന് പറയണമെന്ന്. എന്തൊക്കെയാ ഇച്ചായി പറയുന്നത്? ഇതിങ്ങനെ വല്ലതും പറ്റുമോ? ഇത് ഈ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഒരു പാരമ്പര്യ ഘടകങ്ങളുടെ ഭാഗമായി ഉണ്ടായിത്തീരുന്നതല്ലയോ? ഒരു മോനായി ജനിച്ചവൻ പിന്നെ അവൻ്റെ ജീവിതകാലത്ത് അവൻ 5, 6 മക്കളെ സൃഷ്ടിക്കുമോ? പിന്നെ അത് മാത്രമല്ല, ഇത് ചെലവിന് കൊടുക്കാമെന്ന് പറഞ്ഞാലും പറ്റുമോ? ഈ സംഭവമൊക്കെ നടക്കണമെങ്കിൽ ഇച്ചാൻ അറിയാമല്ലോ, അതിനനുസരിച്ചുള്ളൊരു മൂടും കാര്യങ്ങളും ഒക്കെ വേണം. ഭാര്യ അടുത്ത് തന്നെ വേണം. ഭാര്യ വിദേശത്തോ ഭർത്താവ് നാട്ടിലോ ഒക്കെ ആയിപ്പോയാൽ വേറൊരു മാർഗ്ഗവും ഇല്ല. അതിനൊന്നും ഒരു ടെക്നോളജി ഇല്ല. അപ്പോൾ പിന്നെ എന്ത് വേണം? അടുത്ത് വേണം. പിന്നെ ഒന്നിനെ വളർത്തുന്ന ചിലവ്, നേരത്തെ ചായം പറഞ്ഞ പോലെ ഈ വിദ്യാഭ്യാസം, പഠനം, പാലായി പഠിക്കാൻ വിടുമ്പോൾ ഉള്ള ചിലവ്, IELTSൻ്റെ ചിലവ്, പിന്നെ സഭയുടെ തന്നെ ആശുപത്രിയിൽ പോയാലുള്ള ചിലവ്, ഇതെല്ലാം കൂടെ കൂട്ടിക്കിഴിച്ചൊക്കെ വരുമ്പം ഈ പ്രത്യുൽപാദന യന്ത്രങ്ങളിൽ തന്നെ നയവ്യതിയാനം ഉണ്ടാവുകയും അത് പിൻവാങ്ങുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം വരും. ഇതിപ്പോൾ ഈ തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൈയടിച്ചു വല്ലതും ചെയ്യാനൊക്കുന്നതാണോ? നമ്മൾ ഈ ചില പോരായ്മകളുള്ള ചില സന്ദർഭങ്ങളിൽ ചിലർ ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ പുറകെ നിൽക്കുന്നവ മുമ്പിൽ വരാൻ വേണ്ടി അപ്പ് 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 എന്ന് കൈയടിക്കുന്ന പോലെ ഈ സൃഷ്ടിക്കുന്നതിന് അത് നടക്കുമോ? പറ്റത്തില്ല ചായ. അന്ന് നടപ്പുവശമുള്ള കാര്യമല്ല. അതൊക്കെ ഉള്ളിൽ നിന്ന് തോന്നി, ഉള്ളിൽ നിന്ന് വന്ന്, ഉള്ളിൽ നിന്ന് നിറഞ്ഞ് ഉള്ളി തൊലിക്കുന്ന പോലെ വരണം. അപ്പം അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി ഇതെല്ലാം നടന്നാലും അച്ചായ ഒരു പ്രശ്നമുണ്ട്. ഈ 9 പിള്ളേരെ ഉണ്ടാക്കിയാലും ചിലപ്പോൾ ജനസംഖ്യ ഇവിടുത്തെ പള്ളിയിൽ ആൾ കാണത്തില്ല. ഈ പിള്ളേരെല്ലാം അങ്ങ് വിദേശത്ത് പോകും. UK-ലും കാനഡയിലും പോയി അവിടുത്തെ പള്ളിയിലെ ആൾ കാണത്തുള്ളൂ. ഇനി അവിടെ ചെല്ലുമ്പം അവിടെ ഈ ആളുകളെല്ലാം ഇത് കുഴഞ്ഞ് എടുത്ത് ദൂരോട്ട് കളഞ്ഞ് എങ്ങും പള്ളിയിൽ പാതിരിക്കുന്നതാണെങ്കിൽ അവന്മാർ അവിടെ ചെല്ലുമ്പം പിന്നെ പോകത്തുമില്ല.
അപ്പം ചുരുക്കത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയാലൊന്നും എത്തത്തില്ല. നമ്മൾ സാറിന് നാടൻ ഭാഷയെ പറയത്തില്ലേ, ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ ഇതിനകത്തും അതാണൊരു സ്ഥിതി. ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും. നേർക്ക് നേരെയാണോ എല്ലാ കാര്യങ്ങളും നടക്കും, അല്ലെങ്കിൽ ഫലം തദൈവ. എന്നാലും അച്ചായൻ്റെ ആ ഒരു പ്രതികരണവും അതിൻ്റെ ഒരു കിടിലതയും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരോഗ്യത്തോടെ ആയുസ്സോടെ ഇനിയും അച്ചായൻ വളരെ കരുത്തോടെ പൊട്ടിത്തെറിച്ച് കാര്യങ്ങൾ പറയാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.